ഹലോ സ്റ്റുഡൻസ്, വെൽഡർ ട്രേഡിൻ്റെ ഈ മോഡ്യൂളിലേക്ക് സ്വാഗതം. ഈ സെഷനിൽ ഡിപ്പ് ട്രാൻസ്ഫർ വഴി ഓവർഹെഡ് പൊസിഷനിൽ 3mm കട്ടിയുള്ള MS ഷീറ്റിൽ ഫില്ലറ്റ് വെൽഡ് ലാപ്പും ടീ ജോയിൻറ്റും ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ലക്ഷ്യങ്ങൾ. ഈ എക്സസൈസിന് അവസാനം നിങ്ങൾ ഇനി പറയുന്നത് ചെയ്യാൻ പ്രാപ്തരാകും. 150mm നീളവും 50mm വീതിയും 3mm കനവുമുള്ള ഷീറ്റുകൾ തയ്യാറാക്കുക. ഡ്രോയിങ് അനുസരിച്ച് ഷീറ്റുകൾ ലാപ്പായും ടീ ആയും സെറ്റ് ചെയ്ത് ടാക്ക് വെൽഡ് ചെയ്യുക. വെൽഡിങ്ങിനായി ഓവർഹെഡ് പൊസിഷനിൽ ജോബ് സെറ്റ് ചെയ്യുക. ശരിയായ ലെഗ് ലെങ്ത്തുള്ള ജോയിന്റുകളിൽ മെറ്റൽ നിക്ഷേപിക്കുക. വെൽഡ് ബീഡിൽ സർഫസ് ഡിഫക്ട്സുകൾ പരിശോധിക്കുക. ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് പ്രോസസ് GMAW ആവശ്യമായ ഉപകരണങ്ങളും എക്വിപ്മെന്റുകളും നമുക്ക് നോക്കാം. സ്റ്റീൽ റൂൾ, ബോൾ പിൻ ഹാമർ, ഹാഫ് റൗണ്ട് ഫയൽ, ട്രൈ സ്ക്വയർ, ടോങ്സ്, ചിപ്പിംഗ് ഹാമർ, സ്റ്റീൽ വയർ ബ്രഷ്, വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ, കീ ഓർ സ്പാനർ, ഹെൽമെറ്റ് ടൈപ്പ് സ്ക്രീൻ, ആംഗിൾ ഗ്രൈൻഡർ, ഗ്യാസ് റെഗുലേറ്ററും കൂടെ പ്രീ ഹീറ്ററും കൂടാതെ ഫ്ലോ മീറ്ററും, CO2 ഗ്യാസ് ഹീറ്റർ, ഷീൽഡിംഗ് ഗ്യാസ് ഹോസുകൾ, വെൽഡിംഗ് പവർ സോഴ്സ്, വയർ ഫീഡറുകൾ, ഇലക്ട്രോഡ് വയറിന്റെ സപ്ലൈ, വെൽഡിംഗ് ഗൺ, ഷീൽഡിംഗ് ഗ്യാസ് സിലിണ്ടർ, CO2, മൈൽഡ് സ്റ്റീൽ ഷീറ്റ് 3mm. ഇപ്പോൾ ഡിപ്പ് ട്രാൻസ്ഫർ വഴി ഓവർഹെഡ് പൊസിഷനിൽ 3mm കട്ടിയുള്ള MS ഷീറ്റിൽ ലാപ്പും ടീ ജോയിന്റും നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നോക്കാം. ലാപ്പ് ജോയിന്റ് സ്റ്റെപ്പുകളുടെ പ്രീ വെൽഡിംഗ് പ്രിപ്പറേഷനുകൾ. സുരക്ഷാ ഗ്ലാസുകളും കയ്യുറകളും ഉൾപ്പെടെ ആവശ്യമായ എല്ലാ സുരക്ഷാ ഉപകരണങ്ങളും നിങ്ങളുടെ പക്കലുണ്ടെന്ന് ഉറപ്പാക്കുക. വൃത്തിയുള്ളതും സ്റ്റേബിളുമായ പ്രതലത്തിൽ മൈൽഡ് സ്റ്റീൽ ഷീറ്റ് വയ്ക്കുക. ഹാൻഡ് ഷെയറിംഗ് മെഷീൻ ഫ്ലാറ്റും ലെവലുമായ വർക്ക് ബെഞ്ചിൽ വയ്ക്കുക. കട്ടിംഗ് പ്രോസസ്സിൽ എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടാകാതെ അത് നന്നായി വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. മൈൽഡ് സ്റ്റീൽ ഷീറ്റിന്റെ കനമനുസരിച്ച് മെഷീന്റെ ബ്ലേഡ് ഗ്യാപ്പ് ക്രമീകരിക്കുക. ഈ സാഹചര്യത്തിൽ 3 മില്ലിമീറ്റർ. എക്സസീവ് ഫോഴ്സ് ഇല്ലാതെ തന്നെ ക്ലീനായും എഫിഷ്യൻ്റായും മുറിക്കാൻ പറ്റുന്നത് പോലെ ആയിരിക്കണം ബ്ലേഡിന്റെ ഗ്യാപ്പ്. ഒരു റൂളറും ഒരു സ്ക്രൈബും അല്ലെങ്കിൽ മാർക്കറോ ഉപയോഗിച്ച് മൈൽഡ് സ്റ്റീൽ ഷീറ്റിൽ 150mm നീളവും 50mm വീതിയും ശ്രദ്ധാപൂർവം അടയാളപ്പെടുത്തുക. കൃത്യത ഉറപ്പാക്കാൻ അളവുകൾ 2 തവണ പരിശോധിക്കുക. അടയാളപ്പെടുത്തിയ ഷീറ്റ് ഹാൻഡ് ഷെയറിംഗ് മെഷീനിൽ വയ്ക്കുക. അടയാളപ്പെടുത്തിയ കട്ട് ലൈൻ മെഷീന്റെ കട്ടിംഗ് എഡ്ജുമായി അലൈൻ ചെയ്യുക. മുറിക്കുന്നത് പൂർത്തിയായി കഴിഞ്ഞാൽ ഹാൻഡിലുകളിൽ നിന്ന് പ്രഷർ റിലീസ് ചെയ്യുക. ഷീറ്റിൽ നിന്ന് മെഷീന്റെ ബ്ലേഡുകൾ ഉയർത്തുക. മുറിച്ചതിന് ശേഷം വൃത്തിയുള്ളതും കൃത്യവുമായ കട്ട് ഉറപ്പാക്കാൻ മൈൽഡ് സ്റ്റീൽ ഷീറ്റിന്റെ അരികുകൾ പരിശോധിക്കുക. കാർബൺ സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് ഷീറ്റുകളുടെ സർഫസ് വൃത്തിയാക്കുക. സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ടീ ജോയിന്റ് സജ്ജമാക്കുക. സംരക്ഷണ വസ്ത്രം ധരിക്കുക. GMAW മിഷൻ സെറ്റപ്പ് ചെയ്യാൻ തുടങ്ങുക. ശരിയായ ഡയമീറ്ററുള്ള CCMS ഫില്ലർ വയർ എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. 0.8mm വ്യാസമുള്ള CCMS ഫില്ലർ വയർ സ്പൂൾ പൊസിഷനിൽ ഉറപ്പിക്കുക. അത് ലോക്ക് ചെയ്ത് ഗൈഡ് ട്യൂബ്, റോളുകൾ, സ്പൈറൽ, ടോർച്ചിന്റെ കോണ്ടാക്ട് സ്ട്രിപ്പ് എന്നിവയിലൂടെ വയർ വലിക്കുക. CO2 ഗ്യാസ് സിലിണ്ടറിൽ ഫ്ലോ മീറ്റർ ഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. വെൽഡിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് മെഷീൻ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് പരിശോധിക്കുക.
ആദ്യം GMAW മെഷീന്റെ പവർ സപ്ലൈ പരിശോധിക്കുക. CO2 ഗ്യാസ് സിലിണ്ടർ വാൽവ്, ഗ്യാസ് ഫ്ലോ റേറ്റ് എന്നിവ പരിശോധിക്കുക. ശരിയായ വേഗതയ്ക്കായി ഫീഡർ വയർ മെഷീൻ പരിശോധിക്കുക. ആക്സസറികൾ ഉപയോഗിച്ച് വെൽഡിംഗ് ടോർച്ച് സജ്ജമാക്കുക. വെൽഡിംഗ് ടോർച്ചിൽ ഫില്ലർ വയർ ഫീഡർ പരിശോധിക്കുക. GMAW മെഷീൻ നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. സാമ്പിൾ മൈൽഡ് സ്റ്റീൽ ഷീറ്റിൽ ആർക്ക് സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് വെൽഡിംഗ് പ്രക്രിയ ആരംഭിക്കുക. ടോർച്ച് ശരിയായ സ്ഥാനത്ത് സെറ്റ് ചെയ്യുക. കറണ്ട് 90 മുതൽ 100 ആംപെയറായി സെറ്റ് ചെയ്യുക. അനുബന്ധ വയർ ഫീഡിംഗ് നിരക്ക് 3 മുതൽ 4 മില്ലിമീറ്റർ പെർ മിനിറ്റ് ആയിരിക്കണം. 19 മുതൽ 20 വരെ ആർക്ക് വോൾട്ടേജ് സജ്ജമാക്കി ഡിപ്പ് ട്രാൻസ്ഫർ മോഡ് ഉപയോഗിക്കുക. T ജോയിന്റിന്റെ രണ്ടറ്റത്തും ടാക്ക് വെൽഡ് ചെയ്യുക. mm ഷീറ്റിന്റെ മുകളിൽ ലാപ്പ് ജോയിന്റ്, T ജോയിന്റ് എന്നിവ സെറ്റ് ചെയ്യുക. ലാപ്പ് ജോയിന്റിന്റെ ഇരുവശത്തും ടാക്ക് വെൽഡ് ചെയ്യുക. കുറഞ്ഞത് 10 മില്ലിമീറ്റർ നീളം നിലനിർത്തുക. ഇനി ഡിപ്പ് ട്രാൻസ്ഫർ വഴി ഓവർഹെഡ് പൊസിഷനിൽ 3 mm കട്ടിയുള്ള MS ഷീറ്റിൽ ലാപ്പിന്റെയും T ജോയിന്റിന്റെയും വെൽഡിംഗ് പ്രക്രിയ നോക്കാം. ഓവർഹെഡ് പൊസിഷനിൽ വെൽഡ് പൊസിഷണറിൽ ടാക്ക് വെൽഡ് ജോബ് ഫിക്സ് ചെയ്യുക. ടോർച്ച് അസംബ്ലി ഹോസ്, സ്പൈറൽ, ഫില്ലർ വയർ, ഗ്യാസ് ഹോസ് മുതലായവയ്ക്ക് ആവശ്യത്തിന് നീളമുണ്ടെന്ന് ഉറപ്പാക്കുക. അതുവഴി ഓവർഹെഡ് പൊസിഷനിൽ വെൽഡിംഗ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഷോൾഡറിൽ കൊണ്ടുപോകാൻ കഴിയും. ഓവർഹെഡ് വെൽഡിംഗ് പൊസിഷനിലെ സ്പാർട്ടറുകളിൽ നിന്ന് ശരീരത്തെ മുഴുവൻ സംരക്ഷിക്കുന്നതിന് വെൽഡിംഗ് ഹെൽമറ്റ് ഉപയോഗിക്കുന്നതും മൊത്തത്തിലുള്ള സംരക്ഷണ വസ്ത്രങ്ങൾ ധരിക്കുന്നതും വളരെ അത്യാവശ്യമാണ്. വാതക ചോർച്ചയുണ്ടോ എന്ന് ഒരിക്കൽ കൂടി ഹോസുകൾ പരിശോധിക്കുക. പ്രോസസ് ഓവർഹെഡ് വെൽഡിംഗ് ആയതിനാൽ ഫില്ലർ റോഡിന്റെ ഫ്ലോ റേറ്റ് 2 തവണ പരിശോധിക്കുക. ഓവർഹെഡ് പൊസിഷനിൽ വെൽഡിംഗ് നടത്തുമ്പോൾ വെൽഡിംഗ് ടോർച്ച് ശരീരത്തിൽ നകറ്റിപ്പിടിക്കുക. വെൽഡിംഗ് നടത്തുമ്പോൾ മോൾട്ടൺ മെറ്റൽ സാഗ് ആകുകയില്ലെന്ന് ഉറപ്പാക്കുക. മോൾട്ടൺ മെറ്റലിന്റെ സാഗിങ് ഒഴിവാക്കാൻ വെൽഡിംഗ് ടോർച്ച് ഒരു കോൺസ്റ്റന്റ് ട്രാവൽ സ്പീഡിലായിരിക്കണം നീങ്ങുന്നത്. ഡിപ്പ് ട്രാൻസ്ഫർ മോഡ് ഉപയോഗിച്ച് റൂട്ട് റൺ ഡെപ്പോസിറ്റ് ചെയ്യുക. സ്ട്രിംഗർ ബീഡ് വെൽഡിംഗ് ടെക്നിക് ഉപയോഗിക്കുക. mm ഷീറ്റ് ആയതിനാൽ ഡിസ്റ്റോർഷൻ ഒഴിവാക്കാൻ ശരിയായ ടെക്നിക്ക് ഉപയോഗിക്കുക. ആവശ്യമായ ബീഡ് റീഇൻഫോഴ്സ്മെന്റ്, ഹൈറ്റ്, അപ്പിയറൻസ് എന്നിവ ലഭിക്കുന്നതിന് ടോർച്ചിനൊരു യൂണിഫോം ട്രാവൽ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുക. ശരിയായ ആംഗിളും ആർക്ക് ട്രാവൽ സ്പീഡുമുള്ള ഷീറ്റുകളുടെ ശരിയായ ലെഗ് ലെങ്തും ഫ്യൂഷനും ഉറപ്പാക്കുക. സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് വെൽഡ് ചെയ്ത ജോയിന്റ് വൃത്തിയാക്കുക. T ജോയിന്റ് മാറ്റി വെൽഡിംഗ് പൊസിഷണറിൽ ടാക്ക് വെൽഡ് ചെയ്ത ലാപ്പ് ജോയിന്റ് വിസിബിൾ ആക്കുക. T ജോയിന്റ്
വെൽഡിങ്ങിനായി നമ്മൾ ചെയ്തതുപോലെ അതേ സുരക്ഷാ നടപടിക്രമം പിന്തുടരുക. സ്ട്രിങ്ങർ ബീഡ് വെൽഡിംഗ് ടെക്നിക് ഉപയോഗിച്ച് റൂട്ട് റൺ ഡെപ്പോസിറ്റ് ചെയ്യുക. ഗുഡ് ബീഡ് റീഇൻഫോഴ്സ്മെന്റ്, ഹൈറ്റ്, അപ്പിയറൻസ് എന്നിവ ഉണ്ടെന്ന് ഉറപ്പാക്കുക. 3 mm ഷീറ്റ് ആയതിനാൽ ഒരു സിംഗിൾ റൺ മതിയാകും. ആവശ്യമെങ്കിൽ സെക്കൻഡ് റണ്ണും ചെയ്യാം. അനുയോജ്യമായ ടോർച്ച് ആംഗിളും ആർക്ക് ട്രാവൽ സ്പീഡും ഉപയോഗിച്ച് ഗുഡ് പെനട്രേഷൻ, എയും സിയും ഷീറ്റുകൾ ഫ്യൂഷനും ഉറപ്പാക്കുക. ഷീറ്റ് സിയിൽ അണ്ടർകട്ട് ഒഴിവാക്കുക. എക്സസീവ് വീവിംഗ് കാരണം ഷീറ്റ് എ വെൽഡിന്റെ ടോയിൽ അരികൾ ഉരുകിപ്പോയില്ല എന്ന് ഉറപ്പാക്കണം. ഷീറ്റ് സിയിൽ ലാപ്പ് വെൽഡിങ്ങിന്റെ മറ്റേ ടോയിൽ അണ്ടർകട്ട് ഇല്ലെന്ന് ഉറപ്പാക്കുക. സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് ലാപ്പ് ജോയിന്റിന്റെ ബീഡ് വൃത്തിയാക്കുക. സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് ടി ജോയിന്റിന്റെ ബീഡ് വൃത്തിയാക്കുക. ഇനി പറയുന്നതിനായി വെൽഡഡ് ജോയിന്റ് പരിശോധിക്കുക. അണ്ടർകട്ട്, അൺഈവൻ ബീഡ്, പ്ലേറ്റുകളുടെ അരികുകൾ ഉരുകിപ്പോകുന്നു, ഡിസ്റ്റോർഷൻ, ഗുഡ് ബീഡ് പ്രൊഫൈൽ. വെൽഡർമാർ പാലിക്കേണ്ട സുരക്ഷാ രീതികൾ. ടോർച്ച് അസംബ്ലി ഹോസ്, സ്പൈറൽ, ഫില്ലർ വയർ, ഗ്യാസ് ഹോസ് മുതലായവയ്ക്ക് ആവശ്യത്തിന് നീളമുണ്ടെന്ന് ഉറപ്പാക്കുക. അതുവഴി ഓവർഹെഡ് പൊസിഷനിൽ വെൽഡിംഗ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഷോൾഡറിൽ കൊണ്ടുപോകാൻ കഴിയും. ഓവർഹെഡ് വെൽഡിംഗ് പൊസിഷനിലെ സ്പാർട്ടുകളിൽ നിന്ന് ശരീരത്തെ മുഴുവൻ സംരക്ഷിക്കുന്നതിന് വെൽഡിംഗ് ഹെൽമെറ്റ് ഉപയോഗിക്കുന്നതും മൊത്തത്തിലുള്ള സംരക്ഷണ വസ്ത്രങ്ങൾ ധരിക്കുന്നതും വളരെ അത്യാവശ്യമാണ്. ടോർച്ച് നോസിൽ വെൽഡ് സ്പാർട്ടറുകൾ കൊണ്ട് അടഞ്ഞു പോകുമ്പോൾ ആന്റി സ്പാർട്ടർ സ്പ്രേ ഉപയോഗിക്കുക. ശ്രദ്ധിക്കുക, ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ വയർ ഫീഡ് ഇറഗുലർ ആകും. ഇതൊരു അൺഎക്സ്റ്റാബ്ലിഷ്ഡ് ആർക്ക് ഉണ്ടാകാൻ ഇടയാക്കും. കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഫ്ലോ ഒരുപോലെ അല്ലെങ്കിൽ വെൽഡിന്റെ പൊറോസിറ്റിക്കും അന്തരീക്ഷ മലിനീകരണത്തിനും കാരണമാകും. നമ്മൾ ഇതുവരെ പഠിച്ചത് നമുക്ക് ഒന്നുകൂടെ നോക്കിയാലോ. 150 mm നീളവും 50 mm വീതിയും 3 mm കനവുമുള്ള ഷീറ്റുകൾ തയ്യാറാക്കുക. ഡ്രോയിങ് അനുസരിച്ച് ഷീറ്റുകൾ ലാപ്പായും ടീയായും സെറ്റ് ചെയ്ത് ടാക്ക് വെൽഡ് ചെയ്യുക. വെൽഡിങ്ങിനായി ഓവർഹെഡ് പൊസിഷനിൽ ജോബ് സെറ്റ് ചെയ്യുക. ശരിയായ ലെഗ് ലെങ്ത് ഉള്ള ജോയിന്റുകളിൽ മെറ്റൽ നിക്ഷേപിക്കുക. വെൽ ബീഡിൽ സർഫേസ് ഡിഫക്റ്റുകൾ പരിശോധിക്കുക. ഡിപ്പ് ട്രാൻസ്ഫർ മോഡ് മുഖേന ഓവർഹെഡ് പൊസിഷനിൽ 3 mm കട്ടിയുള്ള MF ഷീറ്റിലെ ലാപ്പിന്റെയും ടി ജോയിന്റിന്റെയും പ്രോസസ് നിങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സ്റ്റുഡൻസ്. നമുക്ക് അടുത്ത സെഷനിൽ കാണാം.